welcome back guys, welcome back to my channel. So right now ഞാനിപ്പോൾ എയർപോർട്ടിലായിരിക്കുന്നത്. സോ ഒരു ചെറിയ വ്ളോഗ് എടുത്തേക്കാം വിചാരിക്കും. ബിക്കോസ് ഐ ആം ട്രാവലിംഗ് ടു ഹൈദരാബാദ്. അവിടുന്ന് വേറെ 1-2 സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകണം. സോ ഐ തോട്ട് മേ ബി ഐ വിൽ ഡോക്യുമെൻറ്റ് ദിസ്. സോ യാ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ traveling vlog. Hey, say hi to my viewers. Okay, I'll see you. Bye. Wow. ഓക്കെ, അപ്പോൾ ഇനിയും ഹൈദരാബാദ് എത്തിയിട്ട് ബൈ. അങ്ങനെ കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം വി ആർ ബാക്ക് ടു അവർ ഹൈദരാബാദ് ഓഫീസ്. അങ്ങനെ ഹൈദരാബാദിലേക്ക് നമ്മൾ കുറച്ചേറെ പ്ലാൻസ് ഒക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുവാണ്. ഇറ്റ് ഫീൽസ് ഗുഡ്. കാരണം കുറേ നാളായിട്ട് നമ്മുടെ കൊച്ചിയിലെ ഹസിൽസിനൊക്കെ ശേഷം എന്നൊക്കെ പറഞ്ഞാലും ഒരു ബിസിനസ് ട്രിപ്പ് ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻറ്റാണ്. കാരണം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് 100 പ്ലാൻസ് കാണും. അവിടെ ചെന്നിട്ട് എവിടെ പോകണം, എന്ത് ചെയ്യണം, ഏതൊക്കെ ഷോപ്സിൽ പോകണം, എങ്ങനെ ഫ്രീ ടൈം അതൊരു ഷോപ്പിംഗ് ടൈമും ഒരു ഔട്ടിംഗ് ടൈമും ആക്കി മാറ്റാമെന്നുള്ളതാണ് എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ. അങ്ങനെ വി റീച്ച് ഹൈദരാബാദ് ആൻഡ് യെസ്, സോ വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ക്യാബ്. അപ്പോൾ ഇനി ക്യാബിൽ കയറിയിട്ട് കാണാം. ഞാൻ ഇതിൽ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്ന വേറെ ഒന്നുമല്ല, മീനാക്ഷി എന്ന് പേരുള്ളൊരു ബിൽഡേഴ്സിനെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് ഹൈദരാബാദ് എത്തി. ഹൈദരാബാദിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററുടെ ഫ്ലാറ്റിലാണ്. നമ്മളെപ്പോൾ വന്നാലും ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വരുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഭയങ്കര ഹാപ്പി, ഭയങ്കര കംഫർട്ടബിളുമാണ്. ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ ആളാണ്. അങ്ങനെ ഞങ്ങൾ നൈറ്റ് തന്നെ നേരെ താഴോട്ട് ഇറങ്ങി. അതൊരു ഭയങ്കര അടിപൊളി ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്, എല്ലാം. സോ ഒന്നിനും പുറത്ത് പോകണ്ട. അപ്പോൾ അതിനകത്തെ റെസ്റ്റോറൻറ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഹൈദരാബാദ് വരുമ്പോൾ നമ്മൾ ക്രേവ് ചെയ്യുന്ന അവിടുത്തെ ഫുഡ് കഴിക്കാനാണ്. സോ അങ്ങോട്ടാണ് നമ്മുടെ പ്ലാൻ, ഞങ്ങളുടെ നടപ്പ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു 2 days അത് അടച്ചിട്ടേക്കുവാണെന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, ഞങ്ങളെന്തായാലും ഒരാഴ്ച ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. 2 days കഴിയുമ്പോൾ തുറക്കുമല്ലോ എന്നുള്ള സന്തോഷം. ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ രാമേശ്വരം കഫേയിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് രാമേശ്വരം കഫേ എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏകദേശം. അവരുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. അവരുടെ സിഗ്നേച്ചർ ഐറ്റംസ്. അങ്ങനെ രാമേശ്വരം കഫേയിൽ എത്തിയപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറേ നാളിന് ശേഷമല്ലേ നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു ഫാക്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് കൊച്ചിയിലും ഏകദേശം ഇതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഐഡിലി കഫേ കലൂരിൽ നിന്ന്. ഐ ഫീൽ ലൈക്ക് രാമേശ്വരം കഫേ ഇതും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉള്ളതായിട്ട് ഇന്ന് അതൊന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനോടാണ് ഞാനിന്നിവിടെ കയറിയത്. അവരുടെ ഗീ പൊടി മസാല ദോശയും ആൻഡ് അവരുടെ പൊടി ഇഡ്ഡലി, ഗീ പൊടി ഇഡ്ഡലിയാണ് നമ്മൾ കഴിച്ചത്. ഇറ്റ് വാസ് റിയലി 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 യമ്മായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ഗോൾക്കൊണ്ട ഫോർട്ടിലേക്ക് പോയിട്ടുണ്ട്. ഗോൾക്കൊണ്ട ഫോർട്ട് ഞാനങ്ങനെ ഇവിടെ വന്ന് അതിനെ റിസർച്ച് ചെയ്തിട്ടാണ് പിന്നെ അതിനെപ്പറ്റി അറിയുന്നത്. അങ്ങനെ എന്തായാലും അവിടെ ചെന്നിട്ട് അവരുടെ പഴയ ആ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ആ ഒരു കോട്ട പോലെ കിടക്കുന്ന അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഭയങ്കര രസമായിരുന്നു. അതിനകത്ത് ചൂടുണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നല്ല രസമായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ സമയം, ഞാനിതിനകത്ത് ഈ പല കാര്യങ്ങളും കാണിക്കുന്നത് വളരെ മോശപ്പെട്ട സമയത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പീക്ക് ടൈമിൽ 1 മണിക്ക് 11 മണിക്ക് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലായിരിക്കും ഞങ്ങൾ കൂടുതലും പോകുന്നത്. കാരണം നമുക്ക് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പം മാക്സിമം ആ സമയങ്ങളിൽ എല്ലായിടത്തും പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തത്. പക്ഷേ അതൊരു നല്ല ഐഡിയ അല്ലായിരുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലായി. കാരണം ഭയങ്കര ചൂടാണ്. കുടയും സൺസ്ക്രീനും കോട്ടും ജാക്കറ്റും എല്ലാം ഇട്ടിട്ടും നല്ല സുന്ദരമായിട്ട് ടാനാവും. പക്ഷേ രസമാണ്. വൈകുന്നേരമാണെങ്കിൽ കുറേ കൂടെ രസമായതിന്. കുറേയൊക്കെ നമ്മൾ മുകളിലേക്കൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് തളരും. എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടും തളരും.
എനിക്കൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അല്ല ഷോപ്പിംഗ് ഒക്കെ ആണെങ്കിൽ പോട്ടെ, നമുക്ക് പിന്നെ ഇത് ചെയ്യാമെന്ന് പറയാം. സൈറ്റ് സീയിങ് ഒക്കെ ചൂടോടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റാത്തൊരു പരിപാടിയാണ്. പിന്നെ ചില സ്ഥലത്താണെങ്കിൽ ഈ അവിടെ വവ്വാലിൻ്റെ ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് ഭയങ്കര അതിൻ്റെ സ്മെല്ലൊക്കെ വരും. പക്ഷെ അത് കുറച്ച് നേരമേ ഉള്ളൂ. അങ്ങനെ കയറുന്ന ഓരോ സ്ഥലത്തായിട്ടാണ്. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ നടന്നാൽ മതി, നമ്മളിതൊന്നും അറിയാതെ അങ്ങോട്ട് നടന്നുകൊണ്ടാണ് നമുക്കങ്ങനെ ഫീൽ ചെയ്തത്. പക്ഷെ നല്ലതാണ് കേട്ടോ. ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഈ സ്ഥലങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ഹൈദരാബാദിൽ. അങ്ങനെ ഞങ്ങൾ ഈ ചൂട് കാരണം അങ്ങനെ അവിടെയൊക്കെ കുറേ നടന്നു. മെയിൻ തിങ് ഈസ് ലൈക്ക് അവിടെ നിന്ന് അവൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദിൻ്റെ നല്ലൊരു ഭാഗം സ്പേസ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അതാ ഞാൻ പറഞ്ഞ ഈവനിങ് ആണെങ്കിൽ നമുക്ക് കുറേ കൂടെ രസമായിരിക്കും. ബട്ട് സ്റ്റിൽ നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നു. പക്ഷേ ചൂട് മാത്രമേ ഉള്ളൂ എന്നെ ഭയങ്കര ടയർഡാക്കിയതും എനിക്കതൊരു ബെറ്റർ ഓപ്ഷനാണോ ആ സമയത്ത് പോയതെന്ന് തോന്നാനുള്ള കാരണം. അതല്ലാതെ പറയുകയാണെങ്കിൽ അവിടെ വന്ന് അത് കണ്ടുകൊണ്ട് ആ മുകളിലൊക്കെ കുറേ കൂടെ മുകളിലേക്കൊക്കെ കയറി കഴിയുമ്പം നല്ല രസമാണ്. പകുതി എത്തിയപ്പോഴും ഞാൻ മടുത്തുകൊണ്ട് ഞാൻ മുകളിലേക്ക് കാണിക്കുക, അതാ ഇനി ഇത്രയുണ്ട് എന്ന് കാണിക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ കൊച്ചു നമ്മൾ വന്ന വഴിയിലൊക്കെ കണ്ട ഓരോ ബിൽഡിങ്സും കുഞ്ഞായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇറ്റ് ഫീൽസ് നൈസ്, നല്ല രസമായിരുന്നു. ചൂടും ദാഹവും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രസം തോന്നും. പിന്നെ മുകളിൽ കയറി കഴിയുമ്പോൾ വേർത്താണ് കേട്ടോ. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കയറിയാലത് വേർത്താണ്. അറ്റ് ലാസ്റ്റ് നമ്മളൊരു പ്രിസണാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആ ഹോളിലൂടെയാണ് പുള്ളിക്ക് ഫുഡൊക്കെ കൊടുത്തോണ്ട്. ഒരു രാം ഭക്തനായിരുന്നു. അങ്ങനെ പുള്ളിയുടെ ആ പ്രിസണിലൂടെയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. ഇനി അടുത്തത് ബാക്കി വേറെ വീഡിയോ ആയിട്ടിടാം.